ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണിക്കുള്ള ഉള്ളി മസാലയൊക്കെ കേട്ടോ. ഉള്ളിയൊക്കെ ആദ്യം തെളിച്ച് സെറ്റാക്കി അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചിക്കൻ മസാലയാക്കി എണ്ണ പാർന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ പൊള്ളാൻ നോക്കണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കിയിട്ടാണ് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്ന് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ ഉള്ളിയൊക്കെ നമ്മൾ വാട്ടാൻ വേണ്ടിയിട്ട് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് തക്കാളിയൊക്കെ ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അല്ലേ, ചെറിയൊരു ബ്രൗൺ കളർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, കറിവേപ്പില. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമുക്ക് ആഡ് ചെയ്യാം. മുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കാം കേട്ടോ. അപ്പം അങ്ങനെ തക്കാളി ഉണ്ട്, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അപ്പം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് വെന്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് പൊടികളൊക്കെ ഇടുക. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, അങ്ങനെയുള്ള പൊടികളൊക്കെ, ചിക്കൻ മസാല, അങ്ങനെയുള്ള പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഇടുക. അപ്പം അങ്ങനെ നല്ലോണം ഇളക്കണം കേട്ടോ. കുരുമുളക് പൊടി ആഡ് ചെയ്യണം. നല്ലോണം അടി പിടിക്കാത്ത വിധത്തിൽ ഇളക്കണം. അതിലേക്ക് നമ്മൾ തൈരും നാരങ്ങ നീരും ഇട്ടിക്കുക. അതായത് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കൻ അങ്ങനെ റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ വരും കേട്ടോ.